അപ്പം നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? പ്രിമിറ്റീവ് തിയറം. എന്തായിരുന്നു പ്രിമിറ്റീവ് തിയറം പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, പ്രിമിറ്റീവ് തിയറത്തിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഒരു ഫീൽഡ് ഉണ്ട്, അതിൻ്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് ഇ എന്ന് പറയുന്ന ഫീൽഡ്. ഒരു ഫീൽഡ് ഉണ്ട്, ആ ഫീൽഡിൻ്റെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് ഇ എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ അത് സെപ്പറബിൾ ആണ് എങ്കിൽ, അല്ലെ, സെപ്പറബിൾ ആണ് എങ്കിൽ, സെപ്പറബിളും കൂടിയും ആണ് എങ്കിൽ രണ്ട് കണ്ടീഷൻ ആണ്. അതായത് ഒരു ഫീൽഡിന് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ അത് സെപ്പറബിൾ ആണ് എങ്കിൽ സിമ്പിൾ എക്സ്റ്റൻഷൻ ആണ് എന്നുള്ളതാണ് ഒരു തിയറം, അല്ലേ? അതാണ് പ്രിമിറ്റീവ് എലമെന്റ് തിയറം പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ, വേറൊരു തിയറം തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അതായത് ഒരു ഫീൽഡ് എഫ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള എല്ലാ ഫീൽഡുകളും എന്താണ്, സെപ്പറബിൾ ആണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള എല്ലാ ഫീൽഡുകളും സെപ്പറബിൾ ആണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നുള്ളത് നമ്മൾ ഫൈനൈറ്റ്, അല്ലെ, ഫൈനൈറ്റ് ഫീൽഡുകളെല്ലാം നമ്പർ ഓഫ് എലമെന്റ്സ് ആർ ഫൈനൈറ്റ്, അങ്ങനത്തെ ഫീൽഡുകളെല്ലാം സെപ്പറബിൾ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇതിൽ 2 കാര്യങ്ങളോട് കൂടിയിട്ട് ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കും. അപ്പോൾ നമ്മളുടെ 3rd മൊഡ്യൂളിൻ്റെ ഭാഗങ്ങൾ തുടങ്ങാന്നല്ല, അത് ഇല്ലാണെന്ന് തോന്നുന്നു, ഇപ്പം തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ കൊറോളറി സ്റ്റേറ്റ് ചെയ്യുന്നുണ്ടാവുക, എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എ ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് 0, ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഉണ്ട്. അതെന്താണ്? സിമ്പിൾ എക്സ്റ്റൻഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. എന്താണ്? എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എ ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് 0 ഈസ് എ സിമ്പിൾ എക്സ്റ്റൻഷൻ. അതായത് ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഉണ്ട്, അതിന്റെ പ്രത്യേകത എന്താണ്? ആ ഫൈനൈറ്റ് എക്സ്റ്റൻഷന്റെ പ്രത്യേകത ക്യാരക്ടറിസ്റ്റിക് 0 ആണ്. അങ്ങനെയാണ് എങ്കിൽ അത് സിമ്പിൾ എക്സ്റ്റൻഷൻ ആണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളതാണ് പ്രൂഫ്. നമ്മളുടെ മുമ്പുള്ള കയ്യിലുള്ള കാര്യങ്ങൾ എന്താണ്? ഒരു എഫ് എന്ന് പറയുന്ന ഫീൽഡ് ക്യാരക്ടറിസ്റ്റിക് 0 ആണെങ്കിൽ സെപ്പറബിൾ ആണ് എന്നറിയാം. അതുപോലെ തന്നെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് സെപ്പറബിൾ ഫീൽഡ് എന്താണ്? സിമ്പിൾ ആണെന്നും അറിയാം. ആ 2 കൺസെപ്റ്റ്സ് ഉപയോഗിച്ചാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട് എന്നെടുത്തു. ഓക്കെ, അതിന്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് ഇ എന്ന് പറയുന്നത്. അതിന്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? 0 ആണ്. അങ്ങനെയാണ് എങ്കിൽ എഫിന്റെയും ക്യാരക്ടറിസ്റ്റിക് എന്താണ്? 0 ആണ്. ഓക്കെ, എഫിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? 0 ആണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്ത് കിട്ടി? എഫും ക്യാരക്ടറിസ്റ്റിക് 0 ആണ്. അപ്പോൾ അതുപോലെ തന്നെ എന്തുവാണ്? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് എന്താണ്? എവരി ക്യാരക്ടറിസ്റ്റിക് 0 ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ ഫീൽഡുകളും പെർഫെക്റ്റ് ഫീൽഡാണ്. സെപ്പറബിൾ അല്ല, ഐ എം സോറി, പെർഫെക്റ്റ്, അല്ലേ? നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത് പെർഫെക്റ്റ് ആണ്. എന്തായിരുന്നു പെർഫെക്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പെർഫെക്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എക്സ്റ്റൻഷൻ ഒക്കെ എന്തായിരിക്കും? സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആവുക എന്നുള്ളതാണ്. അങ്ങനത്തെ ഫീൽഡിനെയാണ്, ഒരു ഫീൽഡ് എഫ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്റ്റൻഷൻ ഏതൊരു സൂപ്പർ ഫീൽഡ് എടുത്തിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ട് എങ്കിലും അതൊക്കെ സെപ്പറബിൾ എക്സ്റ്റൻഷനുകളായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, അപ്പം എഫ് ക്യാരക്ടറിസ്റ്റിക് 0 ആണ്. അങ്ങനെയാണ് എങ്കിൽ എവറി ക്യാരക്ടറിസ്റ്റിക് 0 ഫീൽഡ് ഈസ് സെപ്പറബിൾ, അല്ല പെർഫെക്റ്റ് ആണ്. ഐ എം സോറി, പെർഫെക്റ്റ് ആണ്. എഫ് എന്താണ്? ഇന്റെ സബ് ഫീൽഡ് ആണ്. ഇയുടെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? 0 ആണ്. അപ്പൊ നിർബന്ധമായിട്ടും എഫിന്റെ ക്യാരക്ടറിസ്റ്റിക് തന്നെ ആയിരിക്കും? 0 തന്നെ ആയിരിക്കും. അതുകൊണ്ട് ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള ഫീൽഡ് പെർഫെക്റ്റ് ഫീൽഡ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ എഫ് ഈസ് പെർഫെക്റ്റ്. അത് എഫ് പെർഫെക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തൊട്ട് മോളത്തെ തിയറം സ്റ്റേറ്റ് ചെയ്ത് എന്താ വെച്ചാൽ എവരി ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് പെർഫെക്റ്റ് ഫീൽഡ് ഈസ് every finite extension of a finite separable extension. അങ്ങനെയല്ലേ തൊട്ട് മോളത്തെ തിയറം പറയുന്നത്? ഈ തിയറം തൊട്ട് മുകളിലുള്ള തിയറം എന്താ? A finite separable extension of a field is simple extension. അല്ലേ? A finite separable extension is സിമ്പിൾ എക്സ്റ്റൻഷൻ. അതാണ് പ്രിമിറ്റീവ് എലമെന്റ് തിയറം പറയുന്നത്. അപ്പം എഫ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഫീൽഡ് ആണ്. ദാറ്റ് മീൻസ് ഈ അതിന്റെ ഫൈനൈറ്റ് ഫീൽഡ് ആയതുകൊണ്ട് ഈ എന്താണ്? സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആണ് എന്ന് കിട്ടി. ഓക്കെ, സെപ്പറബിൾ എക്സ്റ്റൻഷൻ. അങ്ങനെ സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ ഒരു ഫീൽഡിന്റെ അല്ലെ ഫൈനൈറ്റ് സെപ്പറബിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്തായിരിക്കും? ഒരു ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള ഫീൽഡിന്റെ എക്സ്റ്റൻഷൻ എന്തായിരിക്കും? സിമ്പിൾ ആണ് എന്ന് കിട്ടും തൊട്ട് മോളത്തെ തിയറം പ്രകാരം. അതായത് പ്രിമിറ്റീവ് എലമെന്റ് തിയറം. ഓക്കെ, പ്രിമിറ്റീവ് എലമെന്റ് തിയറം പ്രകാരം. അപ്പൊ നമ്മൾ എടുത്തത് ഫീൽഡ് എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്ന ഫീൽഡ് എടുത്തു. ഇ എന്ന് പറയുന്നത് അതിന്റെ സബ് ഫീൽഡ് ആണ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് 0. അങ്ങനെയാണെങ്കിൽ എഫിന്റെയും ക്യാരക്ടറിസ്റ്റിക് എന്താണ്? 0 ആണ്. ദാറ്റ് മീൻസ് എഫ് ഈസ് എ പെർഫെക്റ്റ് ഫീൽഡ്. അതായത് എവറി ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ഈസ് പെർഫെക്റ്റ്. അങ്ങനെയും പറയാം, അല്ലെങ്കിൽ ഇ തന്നെ പറയാം. ഈ ക്യാരക്ടറിസ്റ്റിക് ആണ്. അപ്പൊ ഇ എന്ന് പറയുന്നത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക് 0 ആയതുകൊണ്ട് വിച്ച് ഈസ് എ പെർഫെക്റ്റ് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ എവറി സബ് ഫീൽഡ് അല്ലെങ്കിൽ എവറി ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഇ ഈസ് സെപ്പറബിൾ. ദാറ്റ് മീൻസ് ഇ ഈസ് ഓൾസോ എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഇ. ഇതിന്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ തന്നെയാണ് ഇ സെൽഫ്. ഓക്കെ, ഇറ്റ് സെൽഫ് തന്നെ അതെന്താണ്? ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ്. സോ നമുക്ക് പറയാൻ പറ്റും ഇ ഈസ് എ സെപ്പറബിൾ എക്സ്റ്റൻഷൻ. അപ്പൊ ഇ ഈസ് എ ഫൈനൈറ്റ് സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രിമിറ്റീവ് എലമെന്റ് തിയറം പ്രകാരം ദാറ്റ് ഈസ് എ സിമ്പിൾ എക്സ്റ്റൻഷൻ. സോ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തതൊരു പ്രോബ്ലം ആണ്. ഇത് എക്സാമിന് സാധാരണഗതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നു. ആണ്. ഓക്കെ, എന്താണെന്ന് നോക്കാം. Show that if alpha and comma beta f ക്ലോഷറിലുള്ള എലമെന്റുകളാണ് both are separable over f, then alpha plus beta അല്ലെങ്കിൽ alpha plus or minus beta, alpha into beta, alpha by beta are separable. അതൊക്കെ സെപ്പറബിൾ ആണ് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം, നമുക്ക് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത 3 കാര്യങ്ങളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ കെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്നത് ഇന്റെ സബ് ഫീൽഡ് ആണ്. അല്ലെങ്കിൽ ഇ എന്ന് പറയുന്നത് എഫിന്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷനും കെ എന്ന് പറയുന്നത് ഇയുടെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ കെ സെപ്പറബിൾ ഓവർ എഫ് ആണ് എങ്കിൽ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ആണ് എങ്കിൽ സെപ്പറബിൾ ഓവർ എഫ് ആണെങ്കിൽ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണ് നമുക്കറിയാം? കെ ഈസ് സെപ്പറബിൾ ഓവർ ഇ ആണ് എന്നും അതുപോലെ തന്നെ ഇ ഈസ്
സെപ്പറബിൾ ഓവർ എഫ് ആണ് എന്ന് മനസ്സിലാക്കണം. ഇതൊരു തിയറാണ്. ഇത് റിസൾട്ട് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, കെ സെപ്പറബിൾ ഓവർ എഫ് എന്ന് പറഞ്ഞാൽ കെ ഈസ് സെപ്പറബിൾ ഓവർ ഇ ആൻഡ് ഇ ഈസ് സെപ്പറബിൾ ഓവർ എഫ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഓക്കെ, ഈ കണ്ടീഷനാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്തിട്ട് കാണുന്നത്. എങ്ങനെയാണ് പ്രൂഫ് നോക്കാം. പ്രൂഫ് ഇവിടെ ആൽഫയും ബീറ്റയും എന്താണ്? സെപ്പറബിൾ ആണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? എഫ് ഓഫ് ആൽഫയും എഫ് ഓഫ് ബീറ്റയും എന്താണ്? സെപ്പറബിൾ ആണ് എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? സെപ്പറബിൾ എക്സ്റ്റൻഷൻ ഓഫ് എ ഫീൽഡ് എഫ് അല്ലെങ്കിൽ ഓവർ ദി ഫീൽഡ് എഫ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ആൽഫയും എഫ് ഓഫ് ബീറ്റയും ആട്ടോ. അങ്ങനെയാണെങ്കിൽ ബീറ്റ ഒരിക്കലും എവിടെ അല്ല, എഫ് ഓഫ് ആൽഫയിൽ ഇല്ല. സോ നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് ആൽഫ സെപ്പറബിൾ ഓവർ ബീറ്റ. ഒരിക്കലും എഫ് ഓഫ് ആൽഫയിൽ ഇല്ല. പക്ഷെ ബീറ്റ എവിടെ ഉണ്ട്? എഫ് ഓഫ് ആൽഫ കോമ ബീറ്റ. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ആൽഫ ഓഫ് ബീറ്റ എന്നാണ്. ഇതാണ് എഫ് ഓഫ് ആൽഫ കോമ ബീറ്റ. അപ്പം ഇതിലുള്ള കുഞ്ഞാപ്പാണ്. സോ നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് ബീറ്റ സെപ്പറബിൾ ആവണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എഫ് ഓഫ് ആൽഫ ഓഫ് ബീറ്റ എന്തായിരിക്കും? ബീറ്റ സെപ്പറബിൾ ആണ്. സോ എഫ് ഓഫ് ആൽഫ ഓഫ് ബീറ്റ എന്തായിരിക്കും? സെപ്പറബിൾ ആവൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? എഫ് ഓഫ് ആൽഫ സെപ്പറബിൾ ആണ്. എഫ് ഓഫ് ആൽഫയുടെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് എഫ് ഓഫ് ആൽഫ ഓഫ് ബീറ്റ. അപ്പം ഇത് സെപ്പറബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയത് ഇവിടെ എഫ് ഓഫ് ബീറ്റ അല്ലെങ്കിൽ എഫ് ഓഫ് ആൽഫ സെപ്പറബിൾ ഓവർ എഫ്, അതുപോലെ തന്നെ എഫ് ഓഫ് ആൽഫ ഓഫ് ബീറ്റ അതാരാണ്? എഫ് ഓഫ് ആൽഫ കോമ ബീറ്റ എന്നുള്ള കുഞ്ഞാപ്പാണ്. ഓക്കെ, ഇതെന്താണ്? സെപ്പറബിൾ ഓവർ എഫ് ഓഫ് ആൽഫ. സോ അങ്ങനെയാണെങ്കിൽ തൊട്ട് മുകളിലുള്ള പ്രകാരം therefore നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് ആൽഫ കോമ ബീറ്റ ഈസ് സെപ്പറബിൾ ഓവർ എഫ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫിന്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് എഫ് ഓഫ് ആൽഫ. അതിന്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് എഫ് ഓഫ് ആൽഫ കോമ ബീറ്റ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ആൽഫ പ്ലസ് ഓർ മൈനസ് ബീറ്റ ബിലോങ്സ് ടു എഫ് ഓഫ് ആൽഫ കോമ, അതുപോലെ തന്നെ ആൽഫ ഇൻറ്റു ബീറ്റ, ആൽഫ ബൈ ബീറ്റ. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും? എഫ് ഓഫ് ആൽഫ കോമ ബീറ്റയിൽ ഉണ്ടായിരിക്കും. എഫ് ഓഫ് ആൽഫ കോമ ബീറ്റ ഈസ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ. ഇതൊരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ്. എവറി ഫൈനൈറ്റ് സെപ്പറബിൾ എക്സ്റ്റൻഷനിലെ എലമെന്റുകളെല്ലാം എവറി എലമെന്റ് ഓഫ് ദി എഫ് ഓഫ് ആൽഫ കോമ ബീറ്റ ഈസ് എ ആൽജിബ്രായിക് അല്ലെങ്കിൽ സെപ്പറബിൾ. ഓക്കെ, സെപ്പറബിൾ ആണ് എന്ന് നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്. അതായത് E is a separable finite separable extension, then every element alpha in E is separable if and only if condition ആണ്. ഓക്കെ, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള തിയറാണ്. അത് വെച്ചിട്ട് എന്താണ്? ആൽഫ കോമ ബീറ്റ ഇത് സെപ്പറബിൾ ആണ് എന്ന് കിട്ടും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബാസിം? ബാസിം? ഓക്കെ, വേറെ ആർക്കെങ്കിലും? ആകാശ് മോൾ? ഇല്ല സാർ. പിന്നെ വേറെ ആരാള്? സഫബോൾ? ഇല്ല സാർ. കൊറേ കാലത്തിന് ശേഷം കുഞ്ഞാപ്പൂനെയൊക്കെ കണ്ട്. പിന്നെ ആരാള്? കുഞ്ഞാപ്പൂർ ആരൊക്കെയാണുള്ളത് അറിയില്ല. പോട്ടെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സാലിഹ് ഉണ്ടോ? ഉണ്ട് സർ. ഓക്കെ, റെഡിയല്ലേ?
ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ എക്സ്റ്റൻഷൻ. എന്താണ് നോർമൽ എക്സ്റ്റൻഷൻ? ഇത് ഡെഫിനിഷൻ ചിലപ്പോൾ ചോദിക്കലുണ്ട്. ഈ നോർമൽ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ സെപ്പറബിൾ എക്സ്റ്റൻഷന് അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ഫീൽഡ്, അതിൻ്റെ ഡെഫിനിഷനൊക്കെ ചോദിക്കാറുണ്ട്. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ എന്താണ് നോർമൽ എക്സ്റ്റൻഷൻ? അതായത് ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ, എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ കെ ഓഫ് എഫ് ഈസ് എ ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ. That means normal extension. Simply say that normal extension. അതായത് ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ, ഒരു ഫീൽഡ് എഫിന്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷന് നോർമൽ എക്സ്റ്റൻഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് സെപ്പറബിളും ആയിരിക്കണം, സ്പ്ലിറ്റിംഗ് ഫീൽഡും കൂടി ആയിരിക്കണം. അങ്ങനെ പറഞ്ഞാൽ എന്താ? സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പോളിനോമിയലിന്റെ കളക്ഷൻ, അല്ലെങ്കിൽ ഒരു പോളിനോമിയൽ, അല്ലെങ്കിൽ 2 or 3 പോളിനോമിയൽ, എത്ര ആയിക്കോട്ടെ, ഒരു സെറ്റ് ഓഫ് പോളിനോമിയലിന്റെ സീറോസുകളെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ഫീൽഡിനെയാണ് നമ്മൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. അല്ലേ? ഈ പോളിനോമിയൽ എവിടെ ഉള്ള എലമെന്റ് ആയിരിക്കും? എഫ് എക്സിലെ. അല്ലേ? അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറയുക. അതായത് കുറച്ച് പോളിനോമിയൽ ഒക്കെ, അല്ലെ ഒരു പോളിനോമിയൽ എങ്ങനെ ആയാലും വേണ്ടില്ല, അതിന്റെ സീറോസുകളെല്ലാം ആ ഫീൽഡിൽ ഉണ്ട് എങ്കിൽ അങ്ങനത്തെ ഫീൽഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. സെപ്പറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലേ, ഇൻഡെക്സും ഡിഗ്രിയും ഈക്വൽ ആവുക എന്നുള്ളതാണ്. അല്ലേ? ഇൻഡെക്സ് ഓവർ, അല്ലേ, ഇൻഡെക്സ് ഓവർ കെ ഓവർ എഫ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് കെ ഓവർ എഫ്. അതിനെയാണ് നമ്മൾ സെപ്പറബിൾ എന്ന് പറയുന്നത്. അപ്പം അതും സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ പോളിനോമിയൽ എഫ് എക്സ് എന്ന് എടുത്തിട്ട് ആ എഫ് എക്സിലെ പോളിനോമിയലുകളുടെ സീറോസുകൾ അല്ലെങ്കിൽ പോളിനോമിയലിന്റെ സീറോസ് ഒക്കെയും ആ ഫീൽഡിൽ തന്നെ ഉണ്ട് എങ്കിൽ, കെ എന്ന് പറയുന്ന ഫീൽഡിൽ തന്നെ ഉണ്ട് എങ്കിൽ നമ്മൾ പറയും സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറയും. ഓക്കെ, അതിനെയാണ്, അതായത് സെപ്പറബിൾ സ്പ്ലിറ്റിംഗ് ഫീൽഡിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? നോർമൽ ഫീൽഡ് ഓഫ് അല്ലെങ്കിൽ നോർമൽ എക്സ്റ്റൻഷൻ, ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. സാധാരണഗതിയിൽ നോർമൽ എക്സ്റ്റൻഷൻ എന്നാണ് പറയാറുള്ളത്. അപ്പം നോർമൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഒരു ഫീൽഡ് എഫിന്റെ നോർമൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം ക്യൂ ഓഫ് √2, √3. ഇതെന്താണ്? ഒരു നോർമൽ എക്സ്റ്റൻഷന്റെ എക്സാമ്പിൾ ആണ്. കാരണം എന്തുകൊണ്ട്? പോളിനോമിയല് എക്സ് മൈനസ് √2, എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2, എക്സ് സ്ക്വയർ 3 മൈനസ് 3 ഇതിന്റെ സീറോസ് ആണ് ഇതിലുള്ള √2, അപ്പൊ √2, √3 രണ്ടും ഇതിലുണ്ട്. ക്യൂ ഓഫ് √2, √3 സീറോസുകൾ കിട്ടി. അതുപോലെ തന്നെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആയി. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ, അല്ലേ, വിത്ത് ക്യാരക്ടറിസ്റ്റിക് 0. ക്യൂ ഈസ് ക്യാരക്ടറിസ്റ്റിക് 0, അല്ലേ? ക്യൂ ഓഫ് √2, √3 ഈസ് ക്യാരക്ടറിസ്റ്റിക് 0. അപ്പം ഇതെന്താണ്? സെപ്പറബിൾ ആണ്, പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് ആണെങ്കിൽ സെപ്പറബിൾ ആണ്. ഓക്കെ, അപ്പം ഇതെന്താണ്? ഒരു നോർമൽ എക്സ്റ്റൻഷന് എക്സാമ്പിൾ ആണ് ഓവർ ക്യൂ, അല്ലെങ്കിൽ നോർമൽ എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ, ക്യൂവിന് എക്സാമ്പിൾ ആണ്. അങ്ങനെ ക്യൂ ഓഫ് √2 ഉണ്ട്, ക്യൂ ഓഫ് √3 ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഒരു തിയറാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഈ പ്രാവശ്യം ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഈ പ്രാവശ്യവും ചോദിക്കും. അതാണ് ഈ തിയറത്തിന്റെ ഒരു പ്രത്യേകത. ചിലപ്പോ അപ്പം എന്താണ് ഇതിൽ സ്റ്റേറ്റ് ചെയ്യുന്നതെന്നാണ്. ആദ്യം കുറച്ച് ലെങ്ത് ഉണ്ട്,
പക്ഷെ പ്രൂഫ് അത്ര വലിയ ലെങ്ത് എന്ന് വെച്ചാൽ എന്തോന്ന് വെച്ചാൽ 3 കാര്യങ്ങളാണ് ഇതിലുള്ളത്. 3 കാര്യങ്ങൾ വെച്ചിട്ട് നോക്കുമ്പോൾ അത്ര വലിയ ലെങ്ത് ഒന്നുമില്ല. ഓക്കെ, ക്ലിയർ ഇതാണ് പറയുന്നത്. കെ എന്ന് പറയുന്നത് ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ ആണ് എഫിന്റെ. അതായത് കെ ബി എ ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ ഓഫ് എഫ് അല്ലെ. ആൻഡ് ലെറ്റ് ഇ ബി എൻ എക്സ്റ്റൻഷൻ ഓഫ് എഫ്. എഫിന്റെ എക്സ്റ്റൻഷൻ ആണ് സച്ച് ദാറ്റ് എഫ് subfield of E is subfield of K is a subfield of algebraic closure of closure. Then അങ്ങനെയാണെങ്കിൽ K is a finite normal extension of E. യുടെ ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതാണ്. അപ്പൊ ഞാൻ പ്രൂഫ് ഓരോരോ കാര്യങ്ങളും എടുത്തിട്ട് പ്രൂഫ് ചെയ്യാം. അതാണ് നല്ലത്. പ്രൂവ് ചെയ്യുന്നത് നമുക്ക് ഓരോന്നെടുത്തിട്ട് ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്നത് കെ എന്ന് പറയുന്നത് ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ ആണ് എഫ് എന്ന് പറയണം. ഇവിടെ എഫ് സബ്ഫീൽഡ് ഓഫ് ഇ സബ്ഫീൽഡ് ഓഫ് കെ ആണ്. അങ്ങനെയാണെങ്കിൽ കെ ഇസ് എ ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ ഓഫ് ഇ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം പ്രൂവ് ചെയ്യാം. എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ സപ്പോസ് ചെയ്തു. എന്താണ് സപ്പോസ് ചെയ്യുന്നത്? കെ എന്താണ്? നോർമൽ എക്സ്റ്റൻഷൻ ആണ് എന്നെടുത്തു. നോർമൽ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണ് എന്നെടുത്തു. അതുപോലെ തന്നെ എഫ് സബ്ഫീൽഡ് ഓഫ് ഇ സബ്ഫീൽഡ് ഓഫ് കെ ആണ്. ഓക്കെ, അപ്പൊ നോർമൽ എക്സ്റ്റൻഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? കെ സെപ്പറബിൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ് അല്ലെ. അതിന്റെ മീനിങ് അങ്ങനെയാണ്. എഫിന്റെ സെപ്പറബിൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ്. ഓക്കെ, അങ്ങനെ ഞാൻ അസ്യൂം ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണേ, കെ സെപ്പറബിൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ്. അതായത് അസ്യൂം ചെയ്തു ഞാൻ കെ എന്താണ്? സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ്. ഓക്കെ, സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ്. ഓരോന്നും എടുത്തിട്ട് പറയാണ്. സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ് ഏതിന്റെ? പോളിനോമിയൽ എഫ് ഐ എക്സ്. ഇത് എവിടെ ഉണ്ടാവും? എഫ് എക്സിലുള്ള എലമെന്റ് ആണ്. പക്ഷെ എഫ് എക്സിലുള്ള എലമെന്റ് ആണ്. എഫ് എന്ന് പറയുന്നത് സബ്ഫീൽഡ് ഓഫ് ഇ ആണ്. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഐ എക്സ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കും? ഇത് ബിലോങ്സ് ടു ഇ എക്സിലും ഉണ്ടായിരിക്കും. ഇ എക്സിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഇതിന്റെ സീറോസ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് പറയാം ഇതിന്റെ സീറോസ് ഒക്കെ കെയിലുണ്ട് എന്നാണ്. അപ്പം ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? കെ എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ്. ഏതിന്റെയും കൂടി സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ്. ഇയുടെയും സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ് എന്ന് കിട്ടി. കാരണം ഇ എക്സിലെ പോളിനോമിയൽ എടുത്താൽ അതിന്റെയും സീറോസ് ഇതിലുണ്ട് എന്നുള്ളത് കിട്ടി. ഓക്കെ, സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് കിട്ടേണ്ടത്? കെ എന്ന് പറയുന്നത് സെപ്പറബിൾ ഓവർ ഇന്നും കൂടി കിട്ടണം. അത് ജസ്റ്റ് കെ എന്താണ്? സെപ്പറബിൾ ഓവർ എന്താണ്? ഓവർ എഫ് ആണ്. അതുപോലെ തന്നെ എന്താണ്? എഫ് സബ്ഫീൽഡ് ഓഫ് ഇ സബ്ഫീൽഡ് ഓഫ് കെ, അല്ലെങ്കിൽ ഇ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആൻഡ് കെ ഈസ് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഇ. അങ്ങനെയാണ്. നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്. കെ ഈസ് സെപ്പറബിൾ ഓവർ എഫ്. ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കെ സെപ്പറബിൾ ഓവർ ഇ ആൻഡ് ഇ സെപ്പറബിൾ ഓവർ എഫ് എന്നും പറയാൻ പറ്റും. ദാറ്റ് മീൻസ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു കെ ഈസ് സെപ്പറബിൾ ഓവർ ഇ, കെ ഈസ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ഇ. ദാറ്റ് ഈസ് നമുക്ക് പറയാൻ പറ്റും കെ ഈസ് സെപ്പറബിൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ് അല്ലേ. ഓവർ ഇ എന്ന് കിട്ടി. സോ therefore
K is normal extension, അല്ലേ? Of normal extension of E ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പം ഒരു പാർട്ട് ആർക്കായിരുന്നു ഇത് എസ് ഐ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറുള്ളത്. എസ് ഐ ക്വസ്റ്റ്യനിലാണ് ചോദിക്കുക. ഓക്കെ, ഒരു പാർട്ട് അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത പാർട്ട്. ഇതിന് 15 മാർക്കാണ് കിട്ടട്ടോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വന്നാൽ. പക്ഷേ ഈ ഭാഗം മാത്രമേ ചോദിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കോ 10 മാർക്കോ കിട്ടും. ഈ ചെറിയ സെക്ഷൻ മാത്രം ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത് നോക്കാം. ജി ഓഫ് കെ ഓവർ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം ഓഫ് കെ ലീവിങ് ഈ ഫിക്സ്ഡ്. ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള കെന്റെ മുകളിലുള്ള എല്ലാ ഓട്ടോമോർഫിസും. ഇത് എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ആണ്. എന്തിന്റെ സബ് ഗ്രൂപ്പ് ആണ്? സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം ലീവിങ് എഫ് ഫിക്സ്ഡ്. എഫ് ഫിക്സ്ഡ് ആയിട്ടുള്ള കെയുടെ എല്ലാ ഓട്ടോമോർഫിസത്തിന്റെയും. നമുക്ക് ഒരു കാര്യം നിശേഷം പറയാറ്റും, ജി ഓഫ് കെ ഓവർ എഫും ജി ഓഫ് കെ ഓവർ ഇയും ഗ്രൂപ്പാണ് നമുക്കറിയാം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള സബ് ഗ്രൂപ്പാണ് എന്നാണ്. അതായത് ഇതിലുള്ള എല്ലാ എലമെന്റും ഇവിടെ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ പ്രശ്നം കഴിഞ്ഞു. ഓക്കെ, ഇനി അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, രണ്ടാമത്തെ കാര്യം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഓക്കെ, സപ്പോസ് എന്ത് ചെയ്യാൻ പോവാണ് അല്ലേ? എല്ലാ എലിമെന്റും, എവറി എലിമെന്റ് ജി ഓഫ് കെ ഓവർ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓവർ ഇ അല്ല കെ ഓവർ ഏതായാലും മതി, കെ ഓവർ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഓട്ടോമോർഫിസമാണ്. ഈസ് ആൻ ഓട്ടോമോർഫിസം. എന്താണ് ആ ഓട്ടോമോർഫിസത്തിന്റെ പ്രത്യേകത? എന്താ പ്രത്യേകത? ഓഫ് കെന്റെ, ഈ കെയിലുള്ള ഓട്ടോമോർഫിസം ആണ് ലീവിങ് എഫ് ഫിക്സ്ഡ് അല്ലെ? എഫ് ഫിക്സ്ഡ് ആണ് അതില്. അതുപോലെ തന്നെ ജി ഓഫ് കെ ഓവർ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓട്ടോമോർഫിസം ആണ്. എങ്ങനത്തെ ഓട്ടോമോർഫിസംസ് ആണ് അതിൽ വരുന്നത്? കെ ലീവിങ് എഫ് ഫിക്സ്ഡ്, ഇ ഫിക്സ്ഡ് ആയിട്ടുള്ള ഓട്ടോമോർഫിസം ആണ് ഇതിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എന്താണ്? ഗ്രൂപ്പുകളാണ്. ജി ഓഫ് കെ ഓവർ എഫ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ജി ഓഫ് കെ ഓവർ ഇ എന്ന് പറയുന്നത് ഗ്രൂപ്പുകളാണ്. എങ്ങനത്തെ ഗ്രൂപ്പുകളാണ്? ഗ്രൂപ്പ്സ് അണ്ടർ ദി, ഇവിടുത്തെ ഓപ്പറേഷൻ ഏതാണ്? കോമ്പോസിഷൻ ഫംഗ്ഷൻ അല്ലെ? ഫംഗ്ഷൻ കോമ്പോസിഷൻ ആണ് അല്ലേ? ഓക്കെ, ഓക്കെ, കോമ്പോസിഷൻ ഫംഗ്ഷന്റെ ഗ്രൂപ്പുകളാണ്. ഇനി നമുക്കിത് സബ്സെറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ജി ഓഫ് കെ ഓവർ ഇ എന്ന് പറയുന്നത് ഇതിന്റെ സബ്സെറ്റ് ആണ്. അതായത് ഇതിൽ ഒരു എലമെന്റ് എടുത്താൽ അത് ഇവിടെ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ സപ്പോസ് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു എലമെന്റ് എടുത്ത് സിഗ്മ എന്ന് പറയുന്നത്, അത് എവിടെ ഉള്ളതാണ്? ജി ഓഫ് കെ ഓവർ ഇയിലെ എലമെന്റ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് എന്താ? സിഗ്മ എന്ന് പറയുന്നത് ഒരു ഓട്ടോമോർഫിസം ആണ്. എങ്ങനത്തെ ഓട്ടോമോർഫിസം ആണ്? എങ്ങനത്തെ? കെന്റെ ഓവർ ലീവിങ് ഇ ഫിക്സ്ഡ് അല്ലേ? ഇ ഫിക്സ്ഡ്. പക്ഷേ ഇയുടെ സബ് ഫീൽഡ് ആണ് ആര്? എഫ്. അപ്പം ഇ ഫിക്സഡ് ആണ് എന്ന് പറയുമ്പോൾ എഫും ഫിക്സഡ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിഗ്മ എന്ന് പറയുന്നത് ഓട്ടോമോർഫിസം ആണ്. എങ്ങനത്തെ ഓട്ടോമോർഫിസം ആണ് അല്ലേ? ഓട്ടോമോർഫിസം ഓഫ് കെ ലീവിങ് എഫ് ഫിക്സഡ് എന്ന് പറയാം. ദാറ്റ് മീൻസ് എഫ് ഫിക്സഡ് എന്ന് പറയുമ്പോൾ ആ കുഞ്ഞാപ്പ് എവിടെ ഉണ്ടായിരിക്കും?
sigma belongs to g of a over f ഉണ്ടായിരിക്കും. Therefore g of k over e is a subfield of g of a over f എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം രണ്ടാമത്തെ കൺസെപ്റ്റ്സും ഓക്കെ. ഇനി ഒരു കാര്യം കൂടിയാണ് പ്രൂവ് ചെയ്യാനുള്ളത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റിംഗ് ഓൾ ഓട്ടോമോർഫിസം ലീവിങ് എ ഫിക്സഡ് ആണ്. ഇനി അടുത്തത് രണ്ട് ഓട്ടോമോർഫിസം സിഗ്മയും ടോയും ഞാൻ എവിടുന്ന് എടുത്തു? ജി ഓഫ് കെ ഓവർ എഫ് എന്ന് എടുത്തു. ഓക്കെ, അത് എന്ത് ചെയ്യും? ഇൻഡ്യൂസ് ദി സെയിം ഐസോമോർഫിസം ഓൺ ടു ഇന്റെ മുകളിൽ കേട്ടോ. ഇന്റെ മുകളിൽ, കാരണം കെ എന്ന് പറയുന്നത് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് എന്തിന്റെ? ഇയുടെ. അപ്പൊ ഇതിനെ റെസ്ട്രിക്ട് ചെയ്താൽ, ഇന്റെ മുകളിൽ റെസ്ട്രിക്ട് ചെയ്താൽ അതാണ് ഇൻഡ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡ്യൂസ് ദി സെയിം ഐസോമോർഫിസം. ഈ ഐസോമോർഫിസം അതായത് സിഗ്മ ഇന്റെ മുകളിലും അതുപോലെ ടോ ഇന്റെ മുകളിലും ഇൻഡ്യൂസ് ചെയ്താൽ, റെസ്ട്രിക്ട് ചെയ്താൽ, അതായത് സിഗ്മ ഓഫ് ഇ ഈക്വൽ ടു എന്താണ്? ടോ ഓഫ് ഇ ആണ്. രണ്ടും സെയിം ആണ് എന്നുള്ളതാണ്. അപ്പം ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദേ ആർ ദി സെയിം ലെഫ്റ്റ് കോസെറ്റ്സ്. സെയിം ലെഫ്റ്റ് കോസെറ്റ്സ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതായത് ടോ ഇൻവേഴ്സ് അല്ലെങ്കിൽ സിഗ്മ ടോ ഇൻവേഴ്സ് സിഗ്മ എവിടെ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ലെഫ്റ്റ് കോസെറ്റ്സ് എന്ന് പറയുന്നത് ജി ഓഫ് കെ ഓവർ ഇയിലുണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇതിനെയാണ് ലെഫ്റ്റ് കോസെറ്റ്സ് എന്ന് പറയുന്നത്, അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് എന്ത്? സിഗ്മ ഓഫ് ഈക്വൽ ടു ടോ ഇ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ടോ ഇൻവേഴ്സ് സിഗ്മ എന്ന് പറയുന്നത് ജി ഓഫ് കെ ഓവർ ഇയിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യാനാണ്. ഇതാണ് ഇതിന്റെ പൊരുള്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ലെങ്കിൽ ഇതാണ് ഇതിന്റെ പൊരുള്. അപ്പൊ എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോവാണ്? ലാസ്റ്റത്തെ സംഭവമാണ്. ആദ്യം സപ്പോസ് ചെയ്യാണ് സിഗ്മയും അതുപോലെ തന്നെ ടോ എന്ന് പറയുന്ന കുഞ്ഞാപ്പുകൾ ഇത് എവിടെയുള്ളതാണ്? ജി ഓഫ് കെ ഓവർ എഫിലുള്ള എലമെന്റ് ആണ്. ഇതിനെന്താണ്? സെയിം ആണ് എടുത്തു അല്ലെ? ഇൻഡ്യൂസ് സെയിം ഓൺ ഇ. ഇന്റെ മോള് സെയിം ആണ്. ദാറ്റ് മീൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ഓൾ ആൽഫ അല്ലെങ്കിൽ ഫോർ ഓൾ ആൽഫ ബിലോങ്സ് ടു ഇ സിഗ്മ ഓഫ് ആൽഫ ഈക്വൽ ടു എന്തായിരിക്കും? ടോ ഓഫ് ആൽഫ. സിഗ്മ ഓഫ് ആൽഫ ഈക്വൽ ടു എന്തായിരിക്കും? ടോ ഓഫ് ആൽഫ. രണ്ടിന്റെ സെയിം ആണ് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഇത് എടുത്തു, ഇങ്ങനെയാണ് എടുത്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടോ ഇൻവേഴ്സ് സിഗ്മ ജി ഓഫ് കെ ഓവർ ഇയിലുണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ പ്രശ്നം കഴിഞ്ഞിട്ടോ. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പം ഇവിടെ സിഗ്മ ഓഫ് ആൽഫ ഈക്വൽ ടു ടോ ഓഫ് ആൽഫ വിച്ച് ഇംപ്ലൈസ് ഇതിൽ നിന്നും നമുക്ക് ടോ ഇൻവേഴ്സ് ഇതിനെപ്പുറത്തേക്ക് എടുത്താൽ ടോ ഇൻവേഴ്സ് സിഗ്മ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫയാണ്. ഫോർ ഓൾ ആൽഫ ബിലോങ്സ് ടു ഇ. ഇതിലുള്ളത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് വിച്ച് ഇംപ്ലൈസ് ഇതിന്റെ മീനിങ് എന്താണ്? ആൽഫ എന്ന് പറയുന്ന ഏതൊരു എലമെന്റ് ഇയിൽ നിന്ന് എടുത്താൽ, ഇയിലുള്ള ഏതൊരു എലമെന്റ് എടുത്താൽ ടോ ഇൻവേഴ്സ് സിഗ്മ എന്ന് പറയുന്ന മാപ്പ്, ആ മാപ്പ് എന്താണ്? ഈക്വൽ ടു ആൽഫയാണ്. ഈക്വൽ ടു ആൽഫയാണ്. അതായത് ആൽഫ ഫിക്സ്ഡ് ആയി, ആൽഫ ഫിക്സ്ഡ് ഫോർ ഓൾ ആൽഫ ബിലോങ്സ് ടു ഇ. ദാറ്റ് മീൻസ് ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമോർഫിസം ആണ് നമുക്ക് കിട്ടിയത്. കാരണം എന്തുകൊണ്ട്? സിഗ്മ ഈസ് ആൻ ഓട്ടോമോർഫിസം, ടോ ഈസ് ആൻ ഓട്ടോമോർഫിസം, സോ ടോ ഇൻവേഴ്സ് ഓൾസോ ആൻ ഓട്ടോമോർഫിസം. So therefore ടോ ഇൻവേഴ്സ് സിഗ്മ is another automorphism. Say that mu equal to tau inverse sigma, that is belongs to G of K over E എന്ന് കിട്ടി. അപ്പോൾ ലെഫ്റ്റ് കോസെറ്റ്സ് ആണ് എന്ന് കിട്ടി. ഓക്കെ, ലെഫ്റ്റ്
കൊസെറ്റ്സ് ആണെന്ന് കിട്ടി. ഇനി അടുത്ത നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലെഫ്റ്റ് കൊസെറ്റ്സ് ആണെന്ന് നമ്മൾ എടുക്കണം. എന്നിട്ട് കോൺവേഴ്സ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, കോൺവേഴ്സ്ലി ഇതോടുകൂടി ഇത് കഴിയും. കോൺവേഴ്സ്ലി എന്താണ് നമ്മൾ എടുക്കുന്നത്? അതായത് ലെഫ്റ്റ് കൊസെറ്റ്സ് ആണ് എന്ന് എടുത്തു. ഓക്കെ, ആണെന്ന് എടുത്തു. അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം ഈഫ് ആൻഡ് ഓൺലി ഈ ടോ ഇൻവേഴ്സ് സിഗ്മ എന്ന് പറയുന്ന കുഞ്ഞാപ്പ് ദാറ്റ് ബിലോങ്സ് ടു ജി ഓഫ് കെ ഓവർ ഇ ആണ് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ എടുത്തു ലെറ്റ് ടോ ഇൻവേഴ്സ് സിഗ്മ എന്ന് പറയുന്നത് മ്യൂ എന്നെടുത്തു. ദാറ്റ് ഈസ് ബിലോങ്സ് ടു എവിടെ ഉണ്ടായിരിക്കും? ജി ഓഫ് കെ ഓവർ ഇയിലുള്ള എലമെന്റ് ആണ്. ഓക്കെ, ഇനി അങ്ങനെയാണ് എങ്കിൽ ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിഗ്മ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക ടോ മ്യൂ ആണ് അല്ലെ? സിഗ്മ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക? ടോ ഇൻവേഴ്സിനെ അപ്പുറത്ത് തന്നാൽ ടോ മ്യൂ എന്ന് കിട്ടും. അപ്പൊ ഇനി ഫോർ എനി ആൽഫ ബിലോങ്സ് ടു ഇ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? സിഗ്മ ഈക്വൽ ടു ടോ ആണ് ഓൺ ഇ. ഇന്റെ മുകളിൽ അല്ലെങ്കിൽ ടോ ഓഫ് ആൽഫ ഈക്വൽ ടു അല്ലെങ്കിൽ സിഗ്മ ഓഫ് ആൽഫ ഈക്വൽ ടു ടോ ഓഫ് ആൽഫ ഫോർ ഓൾ ആൽഫ ബിലോങ്സ് ടു ഇ ആണ് എന്നാണ് കിട്ടേണ്ടത്. കാരണം നമുക്ക് എന്താണ് കിട്ടേണ്ടത്? സെയിം ആണ്, ഇൻഡ്യൂസ് ചെയ്താൽ സെയിം ആണ് എന്നാണ് കിട്ടേണ്ടത്. ഓക്കെ, ആൽഫ ബിലോങ്സ് ടു ഇ ഫോർ ഓൾ ആൽഫ ബിലോങ്സ് ടു ഇ. അങ്ങനെയാണെങ്കിൽ സിഗ്മ ഓഫ് ആൽഫ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ടോ ഓഫ് ന്യൂ ആൽഫ. ന്യൂ ആൽഫ ഇയിലുള്ള ഏതൊരു എലമെന്റ് എടുത്താലും മ്യൂ ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആൽഫയാണ്. കാരണം ഇ ഫിക്സഡ് ആണ്. ആൽഫ ബിലോങ്സ് ടു ഇ. ഇയിലുള്ള ഏതൊരു എലമെന്റ് എടുത്താലും അത് തന്നെ ആയിരിക്കണം. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു ടോ ഓഫ് ആൽഫ. അതായത് സിഗ്മ ഓഫ് ആൽഫ ഈക്വൽ ടു ടോ ഓഫ് ആൽഫ എന്ന് കിട്ടിക്കഴിഞ്ഞു. Therefore നമുക്ക് എല്ലാം ആയിക്കഴിഞ്ഞു. ഹെൻസ് ദി പ്രൂഫ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?